ഹലോ പറ്റീസ്. ഓവുലേഷൻ സമയത്ത് ഒരു സ്ത്രീക്ക് എല്ലാ സ്ത്രീകൾക്കും ഏതാണുങ്ങളെ ഏത് പുരുഷനെ കണ്ടാലും താല്പര്യം തോന്നും എന്നാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ ചേച്ചി അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാനിതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യരുത് എന്ന് പലപ്പോഴും വിചാരിച്ചതാണ്. പക്ഷേ ആസ് പെർ ഹെർ വീഡിയോ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ ആക്ടിവിസ്റ്റ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഓവുലേഷൻ സമയത്ത് ഏതൊരു സ്ത്രീക്കും അതായത് എല്ലാ സ്ത്രീകൾക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഏത് പുരുഷനെ കണ്ടാലും സെക്സ് എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. If I have ovulation time, we have this feelings for the sex and we are ready to become the accept the sperm. അതായത് നമ്മൾ ആ ടൈമിൽ ബോഡി സ്വയമേ പ്രിപ്പയർ ചെയ്യുവാണ് ഒരു സ്പേമിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എഗ്ഗുമായിട്ട് മെർജ് ചെയ്തിട്ട് നമ്മുടെ സൈഗോട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ പ്രിപ്പറേഷനാണത്. അപ്പോൾ ബോഡി എല്ലാ മന്ത്ലി പ്രിപ്പയർഡ് ആവും. നമ്മുടെ ഒരു എഗ്ഗ് വി വിൽ നീഡ് ടു പ്രിപ്പയർഡ് ആവും. ഒരു എഗ്ഗ് പ്രിപ്പയർഡ് ആവും. ഇതാണ് ശരിക്കും ബയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ബയോളജിയിൽ. ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത് എല്ലാ പുരുഷനോടും ആ സമയത്ത് നമുക്ക് താല്പര്യം തോന്നുമെന്ന് ഇല്ല. എൻ്റെ ബയോളജിക്കൽ നീഡിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷനോട് മാത്രമേ ആ സമയത്ത് താല്പര്യം തോന്നത്തുള്ളൂ. ശ്രീലക്ഷ്മി അറക്കലിന് ആരാണ് ഈ ലൈസൻസ് തന്നത് എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ തോന്നുമെന്ന് പറയാമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചേച്ചി എന്തുദ്ദേശിച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്ക്, അതായത് ഞാനൊരു 100 സ്ത്രീകളുടെ ഒപ്പീനിയൻ എടുത്തു, 100 സ്ത്രീകളുടെ കറക്റ്റായിട്ടും എടുത്തു. ഇത് 15 പേര് റിയാക്ട് ചെയ്തില്ല. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി പബ്ലിക്കായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുലസ്ത്രീ പദവി പോകുമോ എന്നുള്ളത് കൊണ്ട് അവർ സംസാരിച്ചില്ല. അത് അവരുടെ കാഴ്ചപ്പാട്, പോയിൻ്റ് ഓഫ് വ്യൂ. ഇനി 85 പേരോട് ഞാൻ സംസാരിച്ചതിൽ എന്നേക്കാൾ ഇളയ കുട്ടികളുണ്ട്, എന്നേക്കാൾ മൂത്ത 10ഉം 20ഉം വയസ്സിന് മൂത്ത സ്ത്രീകളുണ്ട്, എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഇവരാരും പറഞ്ഞിട്ടില്ല. ഇവരാരും എന്നോട് ഇന്ന പോലെ ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ ആൾക്കാരോട് അല്ലെ ആ സമയത്ത് ഏതെങ്കിലും ഒരു പുരുഷനെ മതി എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും തോന്നിയെന്ന് അവരാരും പറഞ്ഞില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു സ്ത്രീക്കും തോന്നുന്നില്ല ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണെ അല്ലെ മൾട്ടിപ്പിൾ ആൾക്കാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഒരു സ്ത്രീകളും പറയുന്നില്ല. ഈ ആക്ടിവിസ്റ്റ് എന്താ അങ്ങനെ പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഞാൻ ഗൈനക്കോളജിസ്റ്റുമായിട്ടും സൈക്കോളജിസ്റ്റുമായിട്ടും സംസാരിച്ചു. അതായത് എനിക്കൊരു ഗൈനക്കോളജിക്കൽ ഇഷ്യൂ വന്നപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത അവരോടും ഗൈനക്കോളജിസ്റ്റിനോടും എൻ്റെ സൈക്കോളജിസ്റ്റിനോടും എനിക്ക് അറിയാവുന്ന എൻ്റെ സുഹൃത്ത് സൈക്കോളജിസ്റ്റിനോടും ഞാൻ സംസാരിച്ചു. അപ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ് പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് അതില്ല എന്നല്ല ഞാൻ പറയുന്നത്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഭയങ്കരമായ ഹൈജീൻ പ്രശ്നങ്ങൾ. കാരണം നമ്മൾ വ്യക്തമായ രീതിയിൽ ഒരു പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പലമാതിരി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും മുന്നോട്ട് പോകുന്നത്, എന്നാൽ മാത്രമേ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുകയുമുള്ളൂ. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, അതിനകത്ത് ഒരു ഡിസിപ്ലിൻ ഉള്ളൊരു ലേഡി ഒരിക്കലും മറ്റൊരാളെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യത്തില്ല. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുട്ടികളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ പ്യൂബർട്ടി പീരീഡ് ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സ്കൂളുകളിൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മളൊരു എത്ര ഹൈജീനിക് ഇതിലാണ് ജീവിക്കുന്നതെങ്കിലും കുട്ടികൾ മണിക്കൂറുകളുള്ള രാവിലെയൊക്കെ ട്യൂഷന് പോയാൽ വൈകുന്നവരെയൊക്കെയാണ് കുട്ടികളുടെ ഒരു സ്റ്റഡി പീരീഡ്. 12 to 21 വയസ്സുള്ളവരെ ആ സമയത്തിൽ എന്തെല്ലാം ഹൈജീന് നമ്മൾ ഉപയോഗിക്കണം, എന്തെല്ലാം ഹൈജീനിക് മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ കാലഘട്ടത്തിലൂടെയൊക്കെ പോയ ലേഡിയാണ് നമ്മുടെ ഈ വിളിച്ച് പറഞ്ഞിരിക്കുന്ന ആക്ടിവിസ്റ്റ് ലേഡിയും. അപ്പോൾ ഈ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ചേച്ചിക്ക് ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലായൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ചേച്ചിയുടെ പ്രശ്നം അറ്റൻഷൻ സീക്കിങ് സിൻഡ്രോമാണ്. അതായത് ചേച്ചിക്ക് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം, മര്യാദയ്ക്ക് വല്ലതും ചെയ്തിട്ട് ലൈം ലൈറ്റ് നിർത്താനൊന്നും ചേച്ചിക്ക് പറ്റത്തില്ല. ചേച്ചിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം, കോൺട്രവേഴ്സി ഉണ്ടാക്കണം. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ കുറേ എണ്ണം ഇങ്ങനെ ഇരുന്നിട്ട് ചേച്ചിക്കെതിരെ റിയാക്ട് ചെയ്യണം. ചേച്ചിക്കെതിരെ റിയാക്ട് ചെയ്യുമ്പോൾ ചേച്ചി എന്തെടുക്കുന്നത്, ചേച്ചി വീണ്ടും ലൈവ് ലൈറ്റ് വന്നിരുന്നിട്ട് അടുത്ത കാര്യം പറയും. ചേച്ചി ഈസ് ഫുൾ ടൈം ഓൺ ദ എയർ ആൻഡ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അല്ലെന്നുണ്ടെങ്കിൽ ഇവർ മണ്ടന്മാർ, ഞാനൊരു മണ്ടി. ഓഫ് കോഴ്സ്
ജീവിതത്തിൽ വിജയകരമായ കാര്യങ്ങൾ മാത്രമല്ല മണ്ടത്തരവും ചെയ്യണമല്ലോ. പക്ഷേ ചേച്ചി ഞങ്ങൾ സ്ത്രീകളെ മൊത്തം ആക്ഷേപിച്ചപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ ഒട്ടും പറ്റുന്നില്ല. എന്തിനും മിണ്ടാതിരിക്കണം അല്ലേ? വൈ ഷുഡ് ബി? എല്ലാ സ്ത്രീകളും അവിടെയാണ് എനിക്ക് ഈ സ്ത്രീക്ക് മൾട്ടിപ്പിൾ പേഴ്സണോട് പുരുഷന്മാരോട് ഒരേ സമയം താല്പര്യം തോന്നുന്നുണ്ടായിരിക്കാം. ചേച്ചിക്ക് തോന്നിക്കോട്ടെ, അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് 10 പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിട്ടുള്ളൂ എന്ന്. ഇത് ചേച്ചിയുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇറ്റ്സ് ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസീസസ് ആർ ദെയർ. നമ്മുടെ ബോഡി അതിനായിട്ട് കേപ്പബിൾ അല്ല സത്യത്തിൽ. അത് എനിക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. ബോഡി ഈസ് നോട്ട് കേപ്പബിൾ ഫോർ ദാറ്റ്. ചേച്ചി വീണ്ടും പറഞ്ഞൊരു കാര്യം, ഫെമിനിസ്റ്റുമായിട്ട്, അതായത് ഇൻ്റർവ്യൂവിലാണ് ചേച്ചി ഇത് പറയുന്നത്. അതായത് നിങ്ങളൊരു ഫെമിനിസ്റ്റുമായിട്ട് കമ്പനി ആയാൽ, കമ്പനി ഇൻ ദ സെൻസ് ഫ്രണ്ട്ഷിപ്പിലായാൽ, കമ്പനി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്സിനൊരു ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെക്സ് കിട്ടുമെന്ന്. സ്ത്രീയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വാട്ട് ഡു യു മീൻ ബൈ ഫെമിനിസം? ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു സപ്പോർട്ട് ഫെമിനിസം? അതായത് ഞാൻ പൃഥ്വിരാജ് തിരിച്ചു ചോദിച്ചേ, വാട്ട് ഡു യു മീൻ ബൈ ഫെമിനിസം? അതായത് ഫെമിനിസം എന്നതുകൊണ്ട് നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സ്ത്രീക്കും പുരുഷനും ഈക്വൽ പ്രാധാന്യം ഇൻ ദ ഫാമിലി ആൻഡ് ഇൻ ദ സൊസൈറ്റി, ഇൻ ദ വർക്ക് പ്ലേസ്. ഇത് മൂന്നുമാണ്. അതിനെപ്പറ്റി 2026 സത്യത്തിൽ സംസാരിക്കുന്നത് തന്നെ മോശമാണ്. കാരണം സ്ത്രീക്കും പുരുഷനും ഒരേ വേതനം കിട്ടുന്നുണ്ട്, ഒരേ വേജസ് കിട്ടുന്നുണ്ട് ഇല്ലേ? ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ ഡെസിഗ്നേഷനിലുള്ള എല്ലാവർക്കും ഒരേ സാലറിയാണ്. എൻ്റെ മുകളിലുള്ളവർക്ക് ഹയറാർക്കി അനുസരിച്ചാണ് സാലറി. എൻ്റെ താഴെയുള്ളവർക്ക് അവരുടെ പെർഫോമൻസ് അനുസരിച്ചാണ് സാലറി, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സാലറിയുടെ. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയിട്ടല്ല, അവർ വാട്ട് ദേ ആർ, മനസ്സിലായി, വാട്ട് ദേ ആർ ഇൻ ടു പെർഫോമൻസ് എന്നത് ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ ഈ പറയുന്ന ഫെമിനിസം. പിന്നെ ഫീമെയിൽ ഉന്നമനത്തിനായിട്ട്, അതായത് കുറേ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വരികയോ വിദ്യാഭ്യാസം കിട്ടാത്തൊക്കെ സ്ഥലത്ത് ഫെമിനിസം എന്ന് പറയുന്ന, അല്ലെ ഫെമിനിക് ലേഡീസ് ആർ ദെയർ. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ആ ഒരു സെറ്റ് ഓഫ് ലേഡീസ്, നമ്മുടെ വനിതാ വുമൻസ് അല്ല ഒക്കെ, ഇതൊക്കെ നമ്മുടെ വുമൻസിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്ന ആ കാറ്റഗറിയിലെ ആൾക്കാരോട് നിങ്ങൾ ഫ്രണ്ട്ലി ആയാൽ നിങ്ങൾക്ക് അവർ സെക്സ് തരും എന്ന് ഈ ലേഡി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലുള്ളതോ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതോ എൻ്റെ വർക്ക് പ്ലേസിൽ ആരെങ്കിലും വയലൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഓക്കെ, അവർക്ക് വേണ്ടി, അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്യും എന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ ചെയ്യും. അതിൻ്റെ അർത്ഥം ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്നാണോ? ആണെങ്കിൽ തന്നെ ഇഫ് ഐ ആം എ ഫെമിനിസ്റ്റ്, ഞാൻ എന്നോട് ഫ്രണ്ട്ലി ആവുന്നവർക്ക് അവൈലബിൾ ആണെന്നാണോ? ഈ കുട്ടി ജനിച്ച് വളർന്ന വീടിൻ്റെ സാഹചര്യം കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുന്നതെന്ന് ഒരു ആക്ഷേപമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ കുട്ടിക്ക് നല്ല പോലെ ബോധമുണ്ട്. എന്താണെന്ന് പറയാം, ഈ കുട്ടി ചൈൽഡ് അബ്യൂസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈൽഡ് അബ്യൂസിനെ പറ്റി പുള്ളിക്കാരത്തേക്ക് നല്ല ധാരണയുണ്ട്. അതായത് കുട്ടിക്കാലത്ത് അങ്ങനെ അബ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇതൊക്കെ ആയിരിക്കും പറയുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും, അവരെ അത് കുറച്ചധികം ട്രോമാസിൽ കൂടെ പോവും. അപ്പോൾ ആ കുട്ടിക്ക് അറിയാം അവൾ ജനിച്ച് വളർന്ന ഫാമിലി ഒരു വ്യക്തമായ ഫാമിലി സിസ്റ്റത്തിലല്ലായിരുന്നു, അവൾ ആ സിസ്റ്റത്തിലല്ലാത്തത് കൊണ്ടാണ് അബ്യൂസസ് നേരിടേണ്ടി വരുന്നത് എന്നറിയാം. അപ്പോൾ നമ്മൾക്ക് ആഫ്റ്റർ എ പീരീഡ് നമ്മൾ മനസ്സിലാക്കുക തന്നെ, 2 ഫാമിലീസ്, അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഫാമിലി, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടികൾ എന്ന് പറയുന്ന അടുത്ത ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി. അപ്പോൾ ഞാൻ അവിടുന്ന് ട്രോമാസ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ട്രാൻസ്പെയറൻ്റ്ലി അവരിലേക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ അതിലെ എന്നിലൂടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി, അവിടെ ഒരു ട്രോമാസ് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്ത് ശ്രമിച്ചാലും ഇറ്റ്സ് ഹാപ്പൻഡ്. ഒരു പെർഫെക്റ്റ് സൊസൈറ്റി ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിക്കറിയാം ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് തെറ്റാണെന്നും, ചൈൽഡ് അബ്യൂസ് എന്നാൽ പിന്നെ ഇത്രയും വലിയ വിശാല മനസ്സുള്ള കുട്ടി എന്തുകൊണ്ട് അതും ആയിക്കോട്ടെ എന്ന് പറയുന്നില്ല. അപ്പോൾ നല്ല ധാരണയും നല്ല ബോധവും നല്ല വിദ്യാഭ്യാസവും ഉള്ള ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിച്ചത്. ഏത് പുരുഷനോടും നമുക്ക് താല്പര്യമെന്ന് പറഞ്ഞ് നമ്മളെ സ്ത്രീകളെ കൊച്ചാക്കിയത് അപ്പോൾ അറിയാൻ മേലായിട്ടല്ല, ലൈം ലൈറ്റിൽ നിൽക്കണം.
അതാണ് പുള്ളിക്കാരത്തിയുടെ ആവശ്യം ബേസിക്കലി. ഇനി ആ കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യം മോശമാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പ്രാപ്തരായി. 21 വയസ്സിൽ നമ്മൾ ഫാമിലി റൈറ്റ്, അതായത് മാരേജ് കഴിച്ച് അടുത്തൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ലീഗൽ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 27-28 വയസ്സിൽ നമ്മൾ പൂർണ്ണമായിട്ടും അഡൽട്ടായി കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായിട്ടും നമുക്ക് സൈക്കോളജിക്കലി നമ്മൾ എല്ലാ ട്രോമാസ് ഹീൽ ചെയ്തിരിക്കുന്നു. ഈ 3 സ്റ്റേജസും കടന്നു പോയിട്ടുള്ള മിസ് ആക്ടിവിസ്റ്റ് ചേച്ചി, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കയർ പറിക്കുന്നുണ്ട്. സിസ്റ്റം ഒന്നും തെറ്റൊന്നുമല്ല. സിസ്റ്റത്തിനകത്ത് ഒരു പ്രശ്നമില്ല. അതിനകത്ത് കുറച്ച് വയലൻസ് അനുഭവിക്കുന്നുണ്ട്, മനസ്സിലായി? കുറച്ച് സ്ത്രീകൾ ഭയങ്കരമായിട്ട് അടിമകളായി പോകുന്നുണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് ചിന്താഗതികളുടെ കുഴപ്പമാണ് അത് മാറ്റുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം എപ്പോഴും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആമയ്ക്ക് അതിൻ്റെ തോട് പോലെയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾക്ക് തുണയാവണം എന്നുള്ളതാണ് പാർട്ട്ണർഷിപ്പിൻ്റെയോ അല്ലെ മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെയോ അർത്ഥം. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അല്ല, ഞാനൊരു ഫാമിലി ജനിച്ചു വളർന്നു. എനിക്ക് അച്ഛന് സിബ്ലിങ്സ് ഉണ്ട്, അമ്മയ്ക്ക് സിബ്ലിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് കഴിയുമ്പം എനിക്ക് വേറൊരു വലിയ സെറ്റ് ഓഫ് പീപ്പിൾ ആർ ദെയർ ഫോർ ദ ഇൻട്രാക്ഷൻ, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഫാമിലി ഉണ്ട്, ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്സ് ഉണ്ട്, ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉണ്ട്. അവരെയൊക്കെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയല്ല. ഐ ഹാവ് ദം ടു ആണ്. ഈ സിസ്റ്റം തെറ്റാ എന്ന് എനിക്കൊരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഒരിക്കൽ ഈ സിസ്റ്റത്തിന് വെളിയിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കൽ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങി ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെക്കാൾക്ക് കൂടുതൽ ഇതിൻ്റെ നെഗും പോസിറ്റീവും എനിക്ക് അത് സോർട്ട് ഔട്ട് ചെയ്ത് കാണിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ മാരേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിൽക്കാതെയാണ് പുറത്ത് നിന്നുകൊണ്ട് ഇതിൻ്റെ അഭിപ്രായം പറയുന്നത്. ഞാൻ അതിനകത്ത് നിൽക്കുകയും അതിൻ്റെ വെളിയിൽ വരികയും ചെയ്തിട്ട് ഉള്ള വ്യക്തിയെ വേണ്ടി എനിക്ക് പറയാം. ഞാൻ വളരെ ഇപ്പോൾ ഫാമിലി സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് ആ കുട്ടിയെ അടച്ച് സ്ത്രീകളെ ആക്ഷേപിക്കുന്നത്, സൊസൈറ്റിയെ കുറ്റം പറയുന്നത്, ഇവിടുത്തെ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായ, അതായത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയായിട്ടേ കണക്റ്റഡ് ഉള്ളൂ, അമ്മയുടെ ഫാമിലിയായിട്ട് ഞാൻ അത്ര കണക്റ്റഡ് അല്ല. അപ്പോൾ അമ്മ കണക്റ്റഡ് അല്ല, അതാണ് കറക്റ്റ്. അപ്പോൾ അച്ഛൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഓർത്തഡോക്സ് സിസ്റ്റത്തിലാണ്. അതിൽ നിന്ന് ഇപ്പോഴും എൻ്റെ കസിൻസൊക്കെ കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ കുട്ടികളെ നോക്കി ഇൻലോസിനെയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരാളങ്ങനെ ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഫാമിലി സിസ്റ്റം മുന്നോട്ട് പോകൂ എന്നുള്ള കൺസെപ്റ്റിലായിരിക്കാം. പക്ഷേ എൻ്റെ ചേച്ചിമാരൊക്കെ ഇൻഡിപെൻഡൻ്റ്ലി ജീവിക്കുന്നുണ്ട്. അവരൊക്കെ എപ്പോഴും എന്നെ ജോലി ചെയ്ത്, ഞാനാണ് ബേസിക്കലി ജോലി ചെയ്ത് ജീവിക്കാൻ തന്നെ അവരെന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഞാൻ ഒരു ടൈമിൽ ജോലി ചെയ്യാതൊക്കെ ഇരുന്ന സമയത്ത് നോ നീഡ് ടു ജോലി, നീഡ് ടു ഇൻട്രാക്ട് വിത്ത് ദ സൊസൈറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ ബിൽറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ഓർത്തഡോക്സ് സിസ്റ്റം. അപ്പോൾ എൻ്റെ വീട്ടിലെ ഈ ജനറേഷനിലൊക്കെ എൻ്റെ 2 ചേച്ചിമാരും പിന്നെ ഒരാൾ ഞാനുമാണ് ജോലി ചെയ്ത് ഇൻഡിപെൻഡൻ്റ്ലി മുന്നോട്ട് വന്നത്. മുന്നോട്ട് വന്നു വെച്ചാൽ അതൊന്ന് വിട്ട്, അതായത് ഭർത്താവിൻ്റെ മക്കളെ മാത്രമേ നോക്കി ജീവിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഫാമിലി സിസ്റ്റം എന്നെ ഇതാ പഠിപ്പിച്ചത് എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല. നമ്മളിത് ഹൗ ടു ബാലൻസ് ദ തിങ്സ്. സൊസൈറ്റിയെ ബാലൻസ് ചെയ്യണം, ഫാമിലിയെ ബാലൻസ് ചെയ്യണം, വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണം. ഇത് ബാലൻസ് ചെയ്യാൻ 27-28 വയസ്സിൽ പൂർണ്ണമായിട്ടും കേപ്പബിൾ ആവും. 21 വയസ്സിൽ നമ്മൾ അഡൽട്ട്ഹുഡാണ്. പിന്നെ ഹൈലി പാമ്പേർഡ് കിഡ്സൊക്കെ എന്നെ പോലെ 27-28 വയസ്സ് എത്തും, ഒന്ന് ബാലൻസ്ഡ് ആവാനേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നേ തന്നെ കുറച്ച് സ്ട്രഗിൾസ് ഉള്ള വീട്ടിലെ കുട്ടികളാണെന്ന് എത്തും. അപ്പോൾ ഈ ലേഡി ജനിച്ചു വളർന്ന സാഹചര്യം ഇതാണ്, അതുകൊണ്ട് ഞാൻ സൊസൈറ്റിയെ തെറി വിളിക്കുമെന്ന് പറഞ്ഞാൽ 30 വയസ്സിന് ശേഷം നിങ്ങളിരുന്ന് തെറി വിളിക്കുന്നെങ്കിൽ അത് നിങ്ങൾ അറ്റൻഷൻ സീക്കിംഗ് ആണ് നിങ്ങളുടെ സ്ത്രീയെ നിങ്ങളുടെ പ്രശ്നം. അല്ലാതെ കണ്ട് നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം നിങ്ങളുടെ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. അതിന് ഈ ചുറ്റുപാടുമുള്ള എല്ലാ സ്ത്രീകളെയും കുത്തിരുന്ന് ചീത്ത വിളിക്കുന്നത് നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെ അല്ല. ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ പല സ്ത്രീകളും ഇൻഡിപെൻഡൻ്റ് ആകില്ല. കാരണം ഞങ്ങൾ അങ്ങനെ സൊസൈറ്റിയിലല്ല, അങ്ങനെ വീട്ടിലല്ല ജനിച്ചു വളർന്നത്. എന്നിട്ട് ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ്ലി ജീവിക്കുന്നില്ലേ? അപ്പം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പേരൻറ്റിൻ്റെ മോളായിട്ട് ജനിച്ച്, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും തെറി പറയും, ഞാൻ എല്ലാ സ്ത്രീകളെയും ഞാൻ മോശക്കാരാക്കി കാണിക്കും. ഈ മൾട്ടിപ്പിൾ പാട്രോ ഒരാളിൽ നിന്നും അടുത്തൊരാളിലേക്ക് പോയത് നിങ്ങളുടെ മോശമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു പാർട്ട്ണറിൽ നിന്നും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഒരാളിൽ നിന്ന് നിങ്ങൾ അടുത്ത ആളിലേക്ക് പോയത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ എന്താണ് എന്താ പറയുന്നത്,
എൻ്റെ സിസ്റ്റം, ഞാൻ ജനിച്ച് വളർന്ന സിസ്റ്റം ഇതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇങ്ങനെ പറയും, എൻ്റെ ഫാമിലി എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും എന്താ പറയും, യു നീഡ് ടു ഹീൽ ഇറ്റ്. നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കണ്ടത് ഹീൽ ചെയ്യുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കോൺട്രവേഴ്സി ആവണം. എന്നെ പോലെ കുറേ എണ്ണം ഇരുന്ന് റിയാക്ട് ചെയ്യണം. ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, മതിയോ? അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ചേച്ചിക്ക് വരുമാനം കിട്ടുന്നുണ്ടോ? അതോ കുറച്ചുകൂടെ അപ്പിയറൻസിലൊക്കെ തന്നെ ഒരു ഫേക്കിസം കാണിച്ചിട്ട് അതിൽ നിന്ന് ചേച്ചിക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു നീഡ് ടു കണ്ടിന്യൂ. പക്ഷേ നമ്മൾ സൊസൈറ്റി ഇത് കണ്ണടിച്ചിരിക്കുകയാണ്. അതായത് ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ ജനിച്ച സാഹചര്യം, ഞാൻ വളർന്ന സാഹചര്യം ശരിയല്ല, അത് 30 വയസ്സിന് ശേഷം സാഹചര്യം ശരിയല്ല, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും അനാവശ്യം പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയാണ് എന്ന് ചേച്ചി വിചാരിക്കരുത്. ചേച്ചി കാണിക്കുന്നതൊക്കെ ചേച്ചിയുടെ അറ്റൻഷൻ സീക്കിങ് ഡിസോർഡറിൻ്റെ പ്രശ്നമാണ്. അതിവിടെ മനസ്സിലാവാത്ത കുറേ എണ്ണം എന്തിനെ കിടന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാവാഞ്ഞിട്ടല്ല, വി ജസ്റ്റ് ഇഗ്നോർ ദ തിങ്സ്. പിന്നെ ഹോൾ സൊസൈറ്റിയെയും ഹോൾ ഞങ്ങൾ സ്ത്രീകളെയും പറഞ്ഞതുകൊണ്ടാണ്. അതായത് മൾട്ടിപ്പിൾ പാർട്ട്ണർ, അതൊരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ അല്ല, ഒരു സ്ത്രീക്കും അതിനോട് താല്പര്യമില്ല. ഒരു സ്ത്രീക്ക് ഓവുലേഷൻ, എനിക്ക് ഓവുലേഷനാണ്, ഏതെങ്കിലും സ്ത്രീ എനിക്ക് സെക്സ് വേണം എന്നും പറഞ്ഞിട്ട് ഒരു പുരുഷനെ റേപ്പ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല, എൻ്റെ പരിചയത്തിൽ അറിയുകയില്ല. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം അതൊന്നുമല്ല. നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ, ഇനിയിപ്പം നിങ്ങളുടെ അടുത്തൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു കോൺട്രവേഴ്സി ആവുന്ന ഒരു ക്ലിപ്പ് നിങ്ങളതിൽ പറയും. നിങ്ങൾ വീണ്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കും. എന്നിട്ട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കരയുന്നത് കണ്ട്, അതും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്, നിങ്ങളതിൽ ജയിച്ചിരിക്കുന്നു. അതല്ല, നിങ്ങൾ ജെന്യുവൻലി കരഞ്ഞതാണെന്നുണ്ടെങ്കിൽ അവനും വിളിച്ചു പറയുന്ന കാര്യത്തിൽ ബോധം ഉണ്ടായാൽ മതി, ഇങ്ങനെ കരയേണ്ടി വരത്തില്ല. അപ്പോൾ ഓവുലേഷൻ സമയത്ത് ഞങ്ങൾ സ്ത്രീകൾ, ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്യൂട്ടിഫുൾ പീരീഡ്. നമ്മുടെ ശരീരഘടന അതിന് പ്രിപ്പയർഡ് ആവുന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ആ സമയത്ത് സ്ത്രീകൾ നല്ല ഗ്ലോ ചെയ്യും. ആ സമയത്ത് നമ്മുടെ പാർട്ട്ണറിനെ അട്രാക്റ്റ് ചെയ്യും. നമ്മുടെ എഗ്ഗ് ഒരു സ്പേമിനെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുകയും ചെയ്യുന്നതാണ്. അല്ലാതെ കണ്ട ആണുങ്ങളോടൊന്നും സെക്സിന് താല്പര്യം തോന്നുന്ന സമയമല്ല സ്ത്രീയെ. അതിനെ ബ്യൂട്ടിഫുള്ളായി നിങ്ങൾ ചിന്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നവരെയും താങ്ക്സ്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ വ്യൂ പോയിൻറ്റ്സ് ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ റിയാക്റ്റ് ചെയ്തു.